കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സാമ്പത്തികകാര്യ സ്ഥാപനത്തിൽ ഈട് റെയ്ഡ് നടത്തിയിരുന്നു. ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇവിടെ നിക്ഷേപമുണ്ടെന്നും ഈ കമ്പനി പൊളിഞ്ഞതിന് ശേഷം അദ്ദേഹം പരാതി നൽകിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ നെടുമ്പറമ്പിലിൻ്റെ ഉടമയായ NM രാജു, അദ്ദേഹം കേരള കോൺഗ്രസ് നേതാവ് കൂടിയാണ്, അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞത് ശബരിമലയിലെ തന്ത്രിക്ക് തൻ്റെ ബാങ്കിൽ നിക്ഷേപം ഇല്ലായിരുന്നു എന്നാണ്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കോട്ടയം ജില്ലയിലെ തന്നെ പൂട്ടിപ്പോയ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലായിരുന്നു തന്ത്രി പൈസ നിക്ഷേപിച്ചിരുന്നതെന്നുമൊക്കെയാണ്. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അവിടെ നടന്ന വിവിധ ഇടപാടുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. വളരെ വിശദമായ രീതിയിൽ അന്വേഷിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പോറ്റിയെയും ജയറാമിനെയും ഒരുമിച്ചിരുത്തി ED ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ജയറാമാണ് പ്രമുഖരായ വ്യക്തികളെ ചെന്നൈയിൽ ഈ പോറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ തന്നെ കണ്ടതാണ്. ഒരു പ്രശസ്ത ഗായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വീടുകളിൽ നടന്ന പൂജയ്ക്കെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ശബരിമലയിൽ ഏറ്റവും പവിത്രമായ ഈ വസ്തുക്കളൊക്കെ തന്നെ ഏതെങ്കിലും വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്താനുള്ളതല്ല എന്ന കാര്യം ജയറാമിനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിരുന്ന മറ്റു വ്യക്തികൾക്കോ അറിഞ്ഞുകൂടായിരുന്നോ എന്ന ചോദ്യത്തിനും ജയറാം ഉത്തരം നൽകേണ്ടി വരും.